വിശപ്പുണ്ട്, നല്ല വേണ്ട അത് നമ്മൾ പോവാണ്. ബൈ ബൈ പറയാ. ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ സിറ്റിയിലാണ്. നമ്മൾ ചെന്നൈയിലെ ഐഷുവിൻ്റെ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ എന്നുള്ള NOCയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾ സേലത്ത് സ്റ്റേ ചെയ്ത് ഇന്ന് മോർണിംഗ് ആണ് ചെന്നൈയിലോട്ട് വന്നത്. കാരണം അത് യാനുവിനെ വെച്ചിട്ട് നമ്മൾ ലോങ് ഡ്രൈവ് അത്രയും ഡിസ്റ്റൻസ് അറ്റ് എ ടൈം കവർ ചെയ്യേണ്ട, അവനും കുറെ നേരം ഇരുന്ന് മടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഉറക്കമാണ്, ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് കുറച്ച് കുറവായിട്ടാവും. കഴിഞ്ഞ വീഡിയോ ഇൻട്രോയിലും നമ്മൾ ഇതേപോലെ തന്നെ ഞാനും ഉറങ്ങുന്ന സമയത്താണ് എടുത്തത്. അവനുണ്ടെങ്കിൽ എന്താ വെച്ചാ ഇങ്ങനെ ബഹളം വെച്ച് അവൻ ഇപ്പൊ ഓടി നടക്കേണ്ട ഒരു സമയമാവുകൊണ്ട് ഭയങ്കര ബഹളാക്കും. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഇൻട്രോ തരാൻ പറ്റില്ല, അവനെയും ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ തട്ടലും മുട്ടലും വീഴ്ചയും പതിവാണ്. അപ്പൊ ഇന്നും കൂടി ചെറിയൊരു വീഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആശാന ഉറങ്ങിയതാണ്. അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ NOC വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നൈ വന്നത്. ചെന്നൈയിൽ ഇപ്പൊ നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത് അക്കോർ ഗ്രൂപ്പിന്റെ നോവോട്ടൽ ഹോട്ടലിലാണ്. ചാമിയാസ് റോഡിലുള്ള നോവോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വന്നിട്ട് സേലത്ത് സ്റ്റേ ചെയ്തു. നമ്മൾ എപ്പോഴും സേലത്ത് വരുന്നതുമായിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും വരുന്നത് കൊണ്ട് നമ്മൾ സേലത്തിന്റെ പാർട്സ് വ്ളോഗ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം. ഇന്ന് രാവിലെ നമ്മള് സേലത്തുനിന്ന് ചെന്നൈയിലേക്ക് വരുന്നത് മുതലുള്ള വീഡിയോസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഹോട്ടലിൽ എത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. ഓൺ ദ വേ ക്ലിപ്സ് ഒക്കെ ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആഡ് ചെയ്യും. ചിലപ്പോൾ ഇൻട്രോന്റെ തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ഇൻട്രോ കഴിഞ്ഞിട്ടൊക്കെ. അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കുറേയൊക്കെ നമ്മൾ അങ്ങനെ എടുത്തു പോകും. പിന്നെ ഓർഡർ ചെയ്യലൊക്കെ എഡിറ്റ് ചെയ്യണ ടൈമിലാണ്. അപ്പം എന്തായാലും ഒരു ഓർഡറിൽ നമ്മൾ വീഡിയോ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഇൻട്രോ തരുന്നില്ല പറഞ്ഞാലും നീണ്ടു പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഈ വീഡിയോയിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് റാഡിസൺ വീഡിയോ പോലെ നമ്മൾ ഒരുപാട് പാർട്ടാക്കുന്നില്ല. നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ളൊരു ചെന്നൈ ട്രിപ്പ് ഒറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മള് റാഡിസന്റെ അത്രയും ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഡേ അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. പിന്നെ സേലം ഈസ് വെരി സ്പെഷ്യൽ ആൻഡ് ക്ലോസ് ടു അസ്. അതുകൊണ്ടൊക്കെയാണ് നമ്മള് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. 3 പാർട്ട് ഉണ്ടായി കഴിഞ്ഞ നമ്മുടെ സേലം വിസിറ്റ്. നമ്മൾ 3 പാർട്ടായിട്ടാണ് റാഡിസൺ ഹോട്ടലിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ തന്നെ 2 വീഡിയോസ് ആണ്. അങ്ങനെ മൊത്തം ഒരു 3 പാർട്ടായി. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ റാഡിസന്റെ സേലം വ്ളോഗിന്റെ ഒക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ചെന്നൈ വ്ളോഗ് വരാൻ പോകുന്നത്. ബട്ട് അതൊരു വീഡിയോ ഉണ്ടായാലും, ബിക്കോസ് നമ്മൾ എന്താ വെച്ചാൽ അതൊരു പുതിയ സ്ഥലമാണ്. നമ്മള് ചെന്നൈ എനിക്ക് അപ്പൊ നമുക്ക് പക്ഷെ സേലം പോലെ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് അറിയണ സ്ഥലമല്ല. നമ്മള് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും നമുക്ക് നന്നായി അറിയുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പൊ വന്നതാണ്. അപ്പൊ ആ പർപ്പസ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകും. ഹോട്ടലിലും അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്യില്ല. ഈവനിങ് എത്തി, നാളെ മോർണിംഗ് മെഡിക്കൽ കൗൺസിലിൽ പോകും. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് സേലം പോകും. സേലത്ത് നിന്നാണ് ഒരു ചെറിയ നമ്മളുടെ ഒരു പ്ലാൻ. അങ്ങനെയാണ് ഒരു ബ്രേക്ക് എടുത്തിട്ട് പോവാന്നുള്ളതിന്റെ തിരിച്ചു പോകുമ്പോഴും. അതെ, കാരണം എന്താ വെച്ചാൽ ലോങ് ഡ്രൈവ് ആണ്. നമ്മള് ഡ്രൈവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ മുഴുവനും. ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യണോ എന്ന് ഉള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ വരാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഞങ്ങളുടെ 2 ഫാമിലി ആയിട്ട് വരാമെന്നൊക്കെയാണ്. ബട്ട് അത് ക്യാൻസലായി പോയത് എന്താ വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. എന്ന് മാത്രമല്ല ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങോട്ടാണെങ്കിലും വണ്ടി എടുക്കുക പോവുക എന്നുള്ള ഒരു സ്കീമാണ്. ലോങ് ആണെങ്കിലും അപ്പൊ എന്താണെങ്കിലും ഞാൻ എവിടെ പോവുകയാണെങ്കിലും കാറും
ഇവര് രണ്ടുപേരും എപ്പോഴും ഇപ്പൊ കല്യാണത്തിന് ശേഷം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ കാർ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെ. അപ്പോൾ എന്താണെങ്കിലും എനിക്കും കാറ് ഭയങ്കര ക്ലോസ് ആണ്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉള്ള എല്ലാ യാത്രയിലും കാറുണ്ടായിട്ട്. നിങ്ങൾക്ക് DJ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മോളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഇതിൽ ക്യാപ്ചർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മോളിലൊരു കബാബ് ആൻഡ് ഗ്രിൽ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. അവിടുത്തെ മ്യൂസിക്കാ തോന്നുന്നു. ഞങ്ങള് വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പോയി ഞങ്ങൾ മുഴുവൻ കണ്ടിട്ടൊന്നുമില്ല. വന്നു, നമ്മളൊന്ന് ഫ്രഷ് ആയി. ഇനിയിപ്പോ ഡിന്നർ നമ്മൾ ഇവിടെ തന്നെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹാഫ് ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്ന ബുക്കിംഗ്. അതായത് അതായത് ബ്രേക്ക്ഫാസ്റ്റും വരും, ഐദർ ലഞ്ച് ഓർ ഡിന്നർ നമുക്ക് ചൂസ് ചെയ്യാം ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിന്നറും നാളെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടുന്ന് കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനൊന്നും നിൽക്കണില്ല, ഇവിടെ തന്നെ കഴിക്കാന്നുള്ള പ്ലാനിലാണ് ഹാഫ് ബോർഡ് എന്നുള്ള ബുക്കിംഗ് എടുത്തത് നമ്മളിവിടുത്തെ. അതാണ് ബേസിക്കലി ഇതൊരു ചെന്നൈ വ്ളോഗ് ഒന്നും അല്ല. നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു, ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നു തന്നെ ഉള്ളൂ. അതെ, ചെന്നൈയിലാവുകൊണ്ട് നമ്മൾ എന്ത് ഒരു ചെന്നൈ വ്ളോഗ് എന്നുള്ള ഇറക്കണമെന്ന് മാത്രം. സോറി, ഓക്കെ, നമ്മൾ ചെന്നൈ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നു മാത്രം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഷോർട്ട് ഇൻട്രോ, ലോങ് ഷോർട്ട് ഇൻട്രോ. അതെ, എപ്പോഴും നമ്മളുടെ ഇൻട്രോ ആരും ഇതുവരെ അങ്ങനെ ഇൻട്രോ വളരെ ലോങ് ആണെന്നൊന്നും നമ്മളോട് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ചൊരു നിങ്ങളായിട്ട് ഞാൻ പല വ്ളോഗിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളോടൊരു ചാറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ലോങ് ആയി പോവാണ്. ഞാൻ നല്ലോണം സംസാരിക്കണ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇതിലും ഷോർട്ടായിട്ട് ഇടാനറിയില്ല. പിന്നെ ഞാൻ എന്ത് ചോദിച്ചാൽ എഡിറ്റിങ്ങിൽ കുറേയൊക്കെ ഇൻട്രോ കട്ട് ചെയ്തിട്ടോ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. പല സമയത്തും കട്ട് ചെയ്യാണ് പതിവ്. ഓക്കെ, പല വീഡിയോസും ഒരു അരമണിക്കൂറിന് മേലെയൊക്കെ പോകുമ്പോ നമുക്ക് തന്നെ വല്ലാണ്ട് ലോങ് ആയി പോവോ, മൊത്തം വീഡിയോ ഒന്ന് തോന്നി പോകുമ്പോ അതിൽ കൂടുതലും ക്ലിപ്സ് അല്ല അധികം നമ്മുടെ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ നമ്മളിതാ മോർണിംഗ് സേലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയാവാറായി. ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സേലം ടു ചെന്നൈ നല്ല റോഡാവുകൊണ്ട് നമുക്ക് ഡ്രൈവ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വിശപ്പായി തുടങ്ങി. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറേബ്യൻ ഗാർഡൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഒരു ലോങ് ഡ്രൈവിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സേലത്തുനിന്ന് ഒരു ലോങ് ഡ്രൈവിന് ശേഷം. സേലത്തുനിന്ന് ഓൾമോസ്റ്റ് 200 കിലോമീറ്ററൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇറങ്ങിയാലോ? നല്ല വെയിലുണ്ട്. ട്രാവലേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള വണ്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ തോന്നി. എന്തായാലും നമ്മൾ യാനുവിനുള്ള എഗ്ഗ് റൈസ് ദാൽ തഡ്ക്കയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. കാരണം അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ അവനുള്ള സാധനങ്ങളൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ ഒരു ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് ടേസ്റ്റൊക്കെ നന്നായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ചെന്നൈയിലോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും അപ്പോഴേക്കും ഏകദേശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൻ ഈ ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ഭയങ്കര കൗതുകത്തോടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർ സീറ്റിൽ നിന്നൊക്കെ അവൻ മടുത്ത് എഴുന്നേറ്റു അപ്പോഴേക്കും. പിന്നെ നമ്മളിതാ ഹോട്ടലിലെത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യണം. ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാനും കൂടി ലോബിയിലോട്ട് കയറിയതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോബി, ചെറിയൊരു കഫ്റ്റീരിയ പോലത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ബെല്ലിൽ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 വണ്ടി പാർക്ക് ചെയ്തിട്ട് എത്തി. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്.
ഒരു റാം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ നമ്മുടെ ചെക്കിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോകാം. അത്യാവശ്യം ടയേർഡും ആണ്. ഇനി ഒന്ന് പോയി ഫ്രഷായി ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ക്യുക്കായിട്ട് നമ്മുടെ റൂം കാണാം. റൂം നമ്മൾ അലങ്കോലമാക്കണതിന് മുന്നേ നമുക്ക് റൂം കാണാം. ഇതാണ് നമ്മുടെ നോവോട്ടൽ ഹോട്ടൽ ചെന്നൈ ചാമിയസ് റോഡിലുള്ള നമ്മുടെ റൂമാണ്. 6th ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. നമുക്ക് ബേബി ക്രിബ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് അത് വേണ്ട പറഞ്ഞു. കാരണം നമ്മുടെ കൂടെ തന്നെയാണ് യാനു എപ്പോഴും ഉറങ്ങാറുള്ളത്. യാനു കർട്ടന്റെ ഇടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ കർട്ടൻ അങ്ങോട്ട് തുറക്കാം. അതെ, കർട്ടൻ തുറക്കാം. കർട്ടൻ തുറക്കുമ്പോ ഒരു സിറ്റി വ്യൂ ആണ്. കുറച്ചൊക്കെ പഴയ ബിൽഡിങ്സും ലോങ് ആയിട്ട് കുറെ സ്കൈ സ്കേപ്പേഴ്സ് പോലത്തെ ബിൽഡിങ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓ എവിടെ ഹായ് പറയാനു? ആ ഇവിടെയാണോ? ഹായ് പറയൂ, ഹായ് പറയൂ യാനു, ഹായ് പറ. പോന്നു. ഓക്കെ, അപ്പൊ ബാക്കി പിന്നെ നമുക്കൊരു ടി വി വരുന്നുണ്ട്, ഒരു കിങ് സൈസ് ബെഡ് വരുന്നുണ്ട്, ഒരു ദിവാൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു സോഫ വരുന്നുണ്ട്, പിന്നെ ഒരു വർക്ക് സ്പേസ് വർക്ക് ഡെസ്ക് വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മള് റാഡിസണില് ഉണ്ടായിരുന്ന പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ പോലെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ മിനി ബാർ ഏരിയ. നമുക്കൊരു കോഫി മെഷീൻ വന്നിട്ടുണ്ട്, ഒരു കിറ്റിലുണ്ട്, മഗ്ഗുകളുണ്ട്, ആൻഡ് കോഫി ആൻഡ് ടീ ആക്സസറീസ്, ഷുഗർ ഫ്രീ മിൽക്ക് പൗഡർ എല്ലാം ഉണ്ട്. എപ്പോഴും ഉള്ള പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പേയബിൾ ആണ്. ഇതാണ് നമ്മുടെ ബാത്തിങ് സ്പേസ് വരുന്നത്. നമുക്കൊരു ഫുൾ സൈസ് മിറർ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തെ ഒരു വാഷ് ബേസിൻ, അവിടെ തന്നെ ഒരു ഹാഫ് മിറർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഡോറ് ഫുള്ളായിട്ട് 2 മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മിററാൾ ചുറ്റപ്പെട്ട ഒരു ബാത്റൂമാണ്. ഇപ്പൊ ഞാനുമാണ് കേട്ടോ ക്ലോസ് ചെയ്തത്. അതെ. ആൻഡ് ഇവിടെ ഒരു കമോഡ് സ്പേസ് വന്നിട്ടുണ്ട്, ഒരു വാട്ടർ ക്ലോസറ്റ്, ഒരു ചെറിയ സ്പേസ് ആണ്. ആൻഡ് ഇതൊരു സ്ലൈഡിംഗ് ഡോർ ആണ്. നമ്മുടെ ഷവർ ക്യൂബിക്കിളിലേക്ക് കയറാനുള്ള ഒരു സ്ലൈഡിംഗ് ഡോറുമാണ്. നമ്മള് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ. അതെ 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 അതെ. അങ്ങനെ ഇവിടെ നമുക്ക് കണ്ടീഷണർ, ഷാമ്പൂ, ഷവർ ജെല്ലൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഹാൻഡ് വാഷും അതേപോലെ തന്നെ ബോഡി ലോഷനും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്ററീസ്, ഡെന്റൽ കിറ്റ്, ഷേവിംഗ് കിറ്റ്, കോംബ്, ഷവർ ക്യാപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റൂമില് നോക്കാം. ഇവിടെ ഒരു ലൈറ്റ് കൂടി ഉണ്ടാവണം. യെസ്, ഒരു ലൈറ്റ് കൂടി ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ മിററുകളാൽ ചുറ്റപ്പെട്ട അവസ്ഥ. നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. ബാത്റൂം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്യാം. തുറക്കല്ലേ. ക്യുക്കായിട്ട് റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. ഞാനും ആസ് യൂഷ്വൽ ഞാനുവിന്റെ വിൻഡോയിന്റെ അടുത്ത് പോയി നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ. നമ്മള് മൊത്തത്തില് ഞാനും ഒക്കെ ഉള്ളതുകൊണ്ട് അലങ്കോലാവുന്നതിന് മുന്നേ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇനി ഒരുപാട് നമ്മൾ റൂമിന്റെ ഡീറ്റെയിലിംഗ് ഒന്നും തുടർച്ചയായിട്ട് നമ്മൾ ഇടുന്നില്ല. കാരണം റാഡിസൺ തന്നെ ഓൾമോസ്റ്റ് 3 പാർട്ട് ഇട്ടു. ബട്ട് റാഡിസൺ എന്തോ കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ട് ആണ് കേട്ടോ. പ്ലീസിങ് ആയിരുന്നു. ഇവിടെ മോശം എന്നല്ല പറയണ, ബട്ട് നമുക്കൊരു വെൽക്കമിങ് ഒക്കെ കുറച്ചും കൂടി അല്ലേ ഇതായിട്ട് തോന്നിയത് റാഡിസൺ ആണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഏരിയയും കാര്യങ്ങളും സ്റ്റാഫൊക്കെ നല്ല തന്നെയാണ്. പിന്നെ സേലം എന്തോ നമുക്ക് ക്ലോസ് ടു ഹാർട്ട് ആവോണ്ടായിരിക്കും. അപ്പൊ ഇനി ഞങ്ങൾ എന്താണെങ്കിലും ഒന്ന് നമ്മളെ ചെക്ക് ഇൻ ചെയ്തത് മിസ്റ്റർ റാമാണ്. ആൻഡ് ഹി വാസ് വെരി പ്ലീസിങ്. നമ്മുടെ ചെക്കിൻ എടുത്തത് പുള്ളിയാണ്. പുള്ളി തന്നെയാണ് നമുക്ക് ലഗേജ് ഇതൊക്കെ അങ്ങോട്ട് എത്തിച്ചു തന്നതും. അപ്പൊ എന്താണെങ്കിലും ഇനി അധികം പറയണില്ല. ആദ്യം ഫ്രഷ് ഒക്കെ ആവട്ടെ, ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഡിന്നർ കഴിക്കാൻ പോവാം. നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ഡിന്നർ
അപ്പോൾ നമ്മളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അവന് വിശന്നപ്പോൾ കുറച്ച് നേരത്തെ പോന്നു. 7 o'clock സ്റ്റാർട്ടിങ്. നമ്മളൊരു 6:50 ഒക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹേട്ടു ഇപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ യാനുവിന്. അവൻ പൊതുവെ ഇഡ്ഡലി ദോശ ഐറ്റംസൊക്കെ തന്നെയാണ് രാവിലെ കഴിക്കുക. അപ്പോൾ ഫസ്റ്റ് അവനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെയായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നു. ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ചെന്നൈ വന്നതാണ്. ചെന്നൈയിൽ ട്രിപ്പായിട്ട് വന്നതല്ല. സോ നമ്മൾ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യാണ്. അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നേരെ നമ്മൾ സേലം ടു പാലക്കാടാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ നോവോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇനി നേരെ നമ്മൾ മെഡിക്കൽ കൗൺസിലിൽ പോയി അവിടുത്തെ ഒഫീഷ്യൽ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് നേരെ തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങും. സണ്ണ് നന്നായിട്ട് അടിക്കുന്നുണ്ട് മുഖത്തോട്ട്. അതെ. അപ്പോൾ ഞാനും ഇതാ ചെക്കൗട്ട് ചെയ്യണതിൻ്റെ മുന്നേ അവൻ്റെ ബാഗൊക്കെ എടുത്ത് തോളിലിട്ട് കണ്ണാടിയിൽ നോക്കുകയാണ്. അങ്ങനെ ഒരുപാട് മിറേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. അവനല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ഓരോ ആക്ഷൻസൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ അവൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ മെഡിക്കൽ കൗൺസിലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ NOC വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒറിജിനലൊക്കെ ഇവിടെ കാണിക്കണം. നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് NOC വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ദേഷ്യപ്പെടാൻ തുടങ്ങി. നമ്മൾ പോവാണ്. ബൈ ബൈ ഗൈസ്. ചെന്നൈ മഴ, നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയിലുള്ള മഴ തുടങ്ങിയിട്ടില്ല. നല്ല ഇരുട്ട് കുത്തിയിട്ടാണ് മഴ പെയ്യണത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ പോലെ തോന്നും. സമയം 12 മണിയാണ്. ഉച്ചയ്ക്ക് 12 മണിയാണ് ഇപ്പോൾ സമയം. അതെ, നല്ല ഉച്ച വെയിലിട്ട സമയമാണ്. നല്ല ഹെവി റെയിനാണ്. ഞാനിതാ ഉറങ്ങുകയാണ്. ഈ മഴയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ ഓക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര മഴയാകുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല യാത്രയിൽ. ഇങ്ങനെ ഭയങ്കര ഹെവി റെയിൻ, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അത്ര ക്ലിയർ വിഷനൊന്നല്ല. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഒന്ന് ക്ലിയറായി. നമ്മൾ ഒഫീഷ്യലി ചെന്നൈ വിട്ടിട്ടില്ല. നമ്മൾ ചെന്നൈയുടെ പ്രാന്തപ്രദേശത്തിലും കൂടെ ഔട്ട്സ്കേർട്സിൽ പ്രാന്തപ്രദേശത്തല്ലേ പറയുക, ചെന്നൈയുടെ ഔട്ട്സ്കേർട്സിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനിത് ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. എണീറ്റപ്പോൾ അവനൊരു ചെറിയ അന്താളിപ്പാണ്. കാരണം നമ്മള് പോരുമ്പോ മെഡിക്കൽ കൗൺസിൽ നിന്നാണല്ലോ പോകുന്നത്. ചെറിയ ഉറക്കമൊക്കെ ഉണ്ട് ഇപ്പോഴും. അതെ, ഫുള്ളി ഓണല്ല. അപ്പോൾ നമ്മളിത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഉപ്പുകണ്ടം മെസ് എന്നാണ് പേര്. അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഓൺ ദ വേ ആണ്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ദ വേ അല്ലേ നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ വ്ളോഗ് ഒരുപാട് നീട്ടി കണ്ടിന്യൂ ചെയ്യണില്ല. സേലമൊക്കെ നമ്മൾ എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ട് സേലത്തെ വിശേഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. സോ നമ്മൾ ഓൺ ദ വേ തന്നെ ഞാനും ഭയങ്കര ബഹളാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പുതിയൊരു യാത്ര, പുതിയൊരു സ്ഥലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ കാണാം. ഏട്ടൻ ഡ്രൈവ് ചെയ്യാവുകൊണ്ടും ഞാൻ കുറച്ച് ബഹളാക്കുക ആവുകൊണ്ടും
ആണ് കേട്ടോ ഞാന് എന്താ പറയാ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ ബാക്ക് ക്യാമറ ആക്കട്ടെ. അപ്പോ see you guys in another video. Take care. Bye bye. So until next video, take care. Bye bye.